ഹായ് പിള്ളേരെ, നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പാടെ നേരെ ചെന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് വന്നിട്ട് നമുക്കിവിടെ ഫോൺ സബ്മിറ്റ് ചെയ്യണം രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക്, 10:30 ആകുമ്പം. പിന്നെ ഫോൺ ഞാൻ വെച്ചിട്ട് നേരെ ചെന്നൊന്ന് പല്ലൊന്ന് ഞാൻ തേക്കുന്നുണ്ട്. 6:45 മുതലേ എണീറ്റിരിക്കുവാ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമല്ലോ അതിൻ്റെ പേരിൽ. എന്നിട്ട് ഞാൻ പല്ലൊക്കെ തേച്ച് ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ, വേറെ ആരും എണീറ്റിട്ടില്ല. പിന്നെ ഞാൻ താഴെ ആരെങ്കിലും എണീറ്റോ നോക്കി, ആരും എണീറ്റിട്ടില്ല. പിന്നെ ഇന്നത്തെ പോലെ ഞാനൊരു ഗ്ലാസ് ചിയാ സീഡ് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് 1 മന്തായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ഹെയറൊന്ന് ഞാൻ നല്ലപോലെ ഒന്ന് ഉടക്കൊക്കെ എടുത്തിട്ട് ഒന്ന് പുട്ടപ്പ് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട്. മെസ്സി പോകുമ്പോൾ മുടി പുട്ടപ്പാക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഞാൻ സാധാരണ ബെഡിൽ നിന്ന് എണീറ്റപ്പാടെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കുന്നതാണ്. പക്ഷേ ഇന്ന് നിങ്ങളെയും കൂടെ കാണിക്കുമല്ലോ, അതിനാൽ ഞാൻ ബെഡ്ഷീറ്റ് ഇപ്പോഴാണ് മടക്കുന്നത്. ഈ ബെഡ്ഷീറ്റ് ഞാൻ തമ്മിൽ എന്നും ഒരു അടിയാണ് പിള്ളേരെ. അങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകും. ലാസ്റ്റ് അതിനായിട്ടുള്ളൊരു അടി കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ച്, എന്നിട്ട് നേരെ കാപ്പി കുടിക്കാൻ ചെന്നപ്പോൾ പൂരിയും കിഴങ്ങറിയായിരുന്നു ഇവിടുത്തെ ബാജിക്കറി. ഇത്രയും നേരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പെൺപിള്ളേരെ ക്യാമറ ഞാൻ ഓണാക്കിയപ്പോൾ അവൾമാർ ഓടി. പിന്നെ അതേപോലെ ഞായറാഴ്ച ദിവസമായിരിക്കും, പിന്നെ അതുപോലെ ഓഫൊക്കെ ഉള്ള ദിവസമൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ പാത്രവും ഗ്ലാസ്സൊക്കെ നല്ല സോപ്പൊക്കെ ഇട്ട് തേച്ചൊക്കെ കഴുകുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് പാത്രം ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകാനായിട്ട് പിറകിൽ ഒരുമാതിരി ഒരു കറുത്ത അഴുക്കുപോലെ ഇരിക്കില്ല, അപ്പോൾ അത് കാരണം ഞാൻ കഴുകുക. എന്നിട്ട് ഞാൻ സെറ്റപ്പാക്കി പാത്രമൊക്കെ കഴുകി ഞാൻ എടുത്ത്, പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ അടുത്ത ഗ്ലാസ്സും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പാത്രമാണെങ്കിൽ അത്ര കഴുകിയിട്ടും വെളുക്കുന്നില്ല, ഒരുമാതിരി ഒരു അഴുക്കിരിക്കൂല പാത്രത്തിൻ്റെ അടിയിൽ. എനിക്കാണെങ്കിൽ അത് കണ്ട് എനിക്ക് ഭയങ്കര ഓസ്വാസടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റപ്പാക്കി. മുടിയാണെങ്കിൽ നിറച്ച് താരന പിള്ളേരെ. വീട്ടിലേക്കാണെങ്കിൽ ചെമ്പരത്തി ഇലയോ എന്തെങ്കിലുമൊക്കെ തേക്കാമല്ലോ, പക്ഷേ ഇവിടെ ഒന്നും കിട്ടാത്തത് കൊണ്ടിട്ട് ജസ്റ്റ് ഒരു എണ്ണയാണ് ഞാൻ തേക്കുന്നത്. ഇവിടെ ഒരു ഡോക്ടർ വന്നപ്പം ഡോക്ടർ ഒരു താരൻ്റെ ഇതിന് വേണ്ടിയിട്ടൊരു മരുന്ന് തന്നായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ തേച്ചിട്ട് ഞാൻ പിന്നെ നേരെ കുളിക്കാനായിട്ട് പോയി. കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. കുളിച്ച പാടെ പോയി തുണിയും കഴുകി അങ്ങ് ഇട്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് ചോറിന് ബിരിയാണി ആയിരുന്നേ. ബിരിയാണിയും തിന്നിട്ട് നേരെ പോയി കിടന്നൊരു ഉറക്കം അങ്ങ് ഉറങ്ങി പിള്ളേരെ. ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ചായ കുടിക്കാൻ സമയമായിന്ന്. ഇന്നെനിക്ക് ചായ വേണ്ടാന്നൊക്കെ വെച്ചിരിക്കുമായിരുന്നു, അവിലായിരുന്നല്ലോ, എനിക്കിഷ്ടമല്ല. അങ്ങനെ അതാന്ന് വിചാരിച്ചിട്ട് ഇരുന്നപ്പോഴാണ് ഇവള് കിടന്ന് വിളിച്ചത്, ബാ വിശക്കുന്നു. ചെന്നപ്പോൾ അവിൽ തീർന്ന്. പിന്നെ ആ പാത്രത്തിലുണ്ടായിരുന്ന അവിൽ മാത്രം വലിച്ചു വാരിയിട്ട്. പിന്നെ റൂമിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് വന്നപ്പം പത്തിരിയും ചിക്കൻ കറിയും കൊണ്ടുവന്ന് അത് തിന്ന്. പിന്നെ നാളെ ഡ്യൂട്ടിക്ക് ഇടാനുള്ള യൂണിഫോമൊക്കെ സെറ്റാക്കി വെച്ച്. ജനലടയ്ക്കാൻ പോയപ്പോഴോ വീടൊക്കെ ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വായൊക്കെ നോക്കി. പിന്നെ അത് അടച്ചിട്ട് വന്ന് മുടി കെട്ടി തരുമെന്ന് വെച്ചപ്പോൾ അവൾ മുടി കെട്ടി തരാമെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് ഫോൺ വെക്കാൻ ടൈമായി പിള്ളേരെ. ഞാൻ കൊണ്ട് ഫോൺ കൊണ്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ദിവസം.